വ്യാഴാഴ്ച രാത്രിയാണ് പത്തനംതിട്ട കടമനിറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടം മഴയത്ത് തകർന്നു വീണത്. തകർന്ന കെട്ടിടത്തിൽ 2 വർഷമായി ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല. ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇത് 2 വർഷമായിട്ട് കുട്ടികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല. ഇത് 2 കൊല്ലത്തിന് മുമ്പ് നമ്മൾ പുതിയ ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ അവിടെ മാറിയതാണ്. നവകേരള സദസ്സിൽ നാട്ടുകാരൊരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൊളിച്ചു മാറ്റി ഗ്രൗണ്ട് ആക്കണമെന്ന്, ഇതിൻ്റെ അപകടസ്ഥിതി വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ PTയും പഞ്ചായത്തും SMC എല്ലാം കൂടി തീരുമാനിച്ചായിരുന്നു ഇത് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റിയിട്ടൊരു മനോഹരമായ ഗ്രൗണ്ട് ആക്കണം. 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബിൽഡിങ്ങാണ്. പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന വെച്ചായിരുന്നു. സർക്കാരിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഇതെപ്പോഴും താമസം വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളൊക്കെ ഈ സൈഡ് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ കയറി നിന്ന് ഒരു സാഹചര്യം ഉണ്ടായി. പകൽ സമയത്തായിരുന്നു വലിയൊരു അപകടം ഉണ്ടായതിന്. പിന്നെ നമുക്കറിയാം കുട്ടികളാണ്, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് പകൽ സമയത്ത് ആ ഒരു അപകടം ഉണ്ടായെങ്കിൽ ഇവിടെങ്ങാണ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത വലിയൊരു അപകടം ഉണ്ടായതിന്. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് തകർന്നു വീണ കെട്ടിടത്തിന് സമീപമാണുള്ളത്. തകർന്ന കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കുട്ടികൾ വിശ്രമിക്കാറുള്ളത്. ഈ അപകടം മനസ്സിലാക്കിയാണ് കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടത്. സ്കൂൾ കെട്ടിടം തകർന്നു വീണത് രാത്രി ആയതിനാലാണ് വൻ അപകടം ഒഴിവായത്. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.